नहीं बोलना, लाइन में खड़ा नहीं हो, बाहर निकल जाए बेटे। किसी को भाग जाए, श्री राम बोलना पड़ेगा, आगे आने जय श्री राम बोलेगा तो खाना मिलेगा। സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ അതിലത്തെ ചില കമന്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഈ മതപരമായിട്ട് എന്തൊരു വൃത്തികെട്ട നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതത്തോടെ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഉത്തരേന്ത്യ അങ്ങനത്തെ ഒരു മതപരമായിട്ട് വൃത്തികെട്ട നാടായിട്ട് മാറാനുള്ള ഒരൊറ്റ കാരണം അവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഇപ്പൊ പറയുന്നത്, ഈ ഒരു വീഡിയോ തുടക്കത്തിൽ പറയുന്നത് ഒരു പ്രായം ചെന്ന മനുഷ്യനാണ്. ഈ പ്രായം ചെന്ന മനുഷ്യർക്കൊക്കെ ഒരു അല്പസ്വല്പൊക്കെ ഒരു വിവരം ഉണ്ടാവുന്നതിലൊക്കെ നമ്മളൊക്കെ ധരിക്കുക, പക്ഷെ അത് ഒട്ടുമില്ല എന്ന് മാത്രം മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഈ ചങ്ങാതി പറയുന്നത് ജയ് ശ്രീരാം എന്ന് പറയാൻ പറ്റാത്ത ആൾക്കാർ ആരും ഭക്ഷണത്തിന് ക്യൂ നിൽക്കണ്ട. നോക്കൂ, നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരൊറ്റ നാടിനെടുക്കാം. ഭക്ഷണത്തിന്റെ കാര്യത്തിലെങ്കിലും അത്ര വലിയ വേർതിരിവുകൾ, ഈ മതപരമായിട്ടുള്ള വേർതിരിവുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാറില്ല. നോക്കൂ, DYF എന്ന സംഘടനയുണ്ട്. ഇങ്ങനെ പല സംഘടനകളും തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളില്, ഹോസ്പിറ്റലുകളില് നിരന്തരം ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് ജാതി മതം നോക്കാതെ ഭക്ഷണം കൊടുക്കുന്ന ടീംസാണ്. ഇവരാരും ഭക്ഷണം വിളമ്പി കൊടുക്കുക. നിങ്ങൾക്ക് ജയ് ശ്രീരാം വിളിക്കാൻ അറിയാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കാൻ അറിയാവോ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് വിളിക്കാൻ അറിയാവോ, എങ്കിൽ മാത്രമാണ് ഭക്ഷണം തരുള്ളൂ എന്ന് വർത്താനം പറയില്ല. പക്ഷെ ഉത്തരേന്ത്യയില് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഭക്ഷണം കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. ജയ് ശ്രീരാം വിളിക്കാൻ അറിയില്ലെങ്കിൽ ഭക്ഷണത്തിന് ക്യൂ നിൽക്കണ്ട, മാറിപ്പോകുന്ന അവിടെ നിൽക്കുന്ന ഒട്ടുമിക്ക ആളുകളും ആ ഒരു നേരത്തെ ഭക്ഷണത്തിന് കിട്ടാത്ത അവിടെ ക്യൂ നിൽക്കുന്ന ആളുകൾ മുഴുവൻ അവിടുന്ന് മാറിപ്പോകുന്നു എന്ന് പറയുന്ന ഒരു ദുരന്ത ദൃശ്യമാണ്. ആ ദൃശ്യം കണ്ടിട്ട് അതിനൊപ്പം തന്നെ കുറച്ച് വേറെ ആൾക്കാർ കൂടി ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് കാണണം. അത് മനഃപൂർവ്വമാണ് ഞാൻ കാണിച്ചിരുന്നു പറയാം. അങ്ങനത്തെ ചില സംഗതികൾ കണ്ടാലാണ് തലയ്ക്ക് ഒരു ഓൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കൂ. बोलना पड़ेगा, आगे आने जय श्री राम बोलेगा तो खाना मिलेगा। ജയ് ശ്രീരാം പറഞ്ഞിട്ടില്ലെങ്കിൽ ഭക്ഷണം തരില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ ജയ് ശ്രീരാം പറയണം. ചില ആൾക്കാർ അതിനൊക്കെ എതിർത്ത് പോകുന്നുണ്ട്. ഇതിന്റെ മേലെ തന്നെ ബിപിൻ വിനായക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കമന്റ് എഴുതിക്കുന്നത് ഹിന്ദുക്കൾ എല്ലാവരും BJP-ക്കാരല്ല, സംഘികളെ മാറ്റി നിർത്തിയാൽ എല്ലാ ഹിന്ദുക്കളും പൊളിയാണ് എന്ന രീതിയിലൊക്കെ ചില ആളുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മിസ്റ്റർ ഷഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയിരിക്കുക, സംഘികളെ മാറ്റി നിർത്തിയാൽ എല്ലാ ഹിന്ദുക്കളും പൊളിയാണ്, ഹിന്ദുക്കൾ എല്ലാവരും BJP-ക്കാരല്ല. സത്യം പറഞ്ഞാൽ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് അപമാനം തോന്നുന്ന നിമിഷത്തില നമ്മളെല്ലാം ആളുകൾ ഇങ്ങനെ രീതിയിലൊക്കെ കാണുമോ? ഞാനൊക്കെ നാളെ മുതൽ ഏതെങ്കിലും ആളുകളോടൊക്കെ ജയ് ശ്രീരാം പറയൂ എന്നുള്ള വാക്കുകളൊക്കെ ഞാനൊക്കെ പറയുമെന്ന് ചില ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കുമോ എന്ന ഭയം കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. എന്തായാലും ഇതിനൊരു ഉത്തരം എന്ന നിലയ്ക്ക്, ഗംഭീരമായിട്ട് ഉത്തരം എന്ന നിലയ്ക്ക് ഒരു അതിനൊപ്പം തന്നെ കണ്ടിന്യൂഷൻ വീഡിയോ കൂടി ഉണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. അല്ലാഹു അക്ബർ എന്ന് പറയേണ്ട ആവശ്യമില്ല, വിശക്കുന്നുണ്ടോ വന്ന് കഴിച്ചോളൂ. നൂറുകണക്കിന് ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയണം എന്നുള്ള വർത്താനൊന്നും ഞങ്ങൾ പറയില്ല. ആ വിളമ്പി കൊടുക്കുന്ന ഒരു മുസ്ലിം തന്നെയാണ്, തൊപ്പിയൊക്കെ തള്ളി വെച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് പറയും, നിങ്ങൾ അല്ലാഹു അക്ബർ പറയണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എങ്കിൽ വരൂ, ഭക്ഷണം കഴിക്കൂ, ഒരു പേടിയും വേണ്ട. പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ ആ പേര് നമുക്ക് വേണമെങ്കിൽ തിരിച്ചറിയാം. ആ ഒരു ഭക്ഷണം കഴിക്കാൻ വന്ന മനുഷ്യന് ഹിന്ദുവാണ്. പക്ഷെ നിങ്ങൾ എന്ത് വേണ്ട, ഇവിടെ എന്റെ മുമ്പിൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്നോ മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം, വിശക്കുന്നുണ്ടോ ഭക്ഷണം ധൈര്യമായിട്ട് വാങ്ങിച്ചു കഴിക്കൂ എന്നുള്ളതാണ്. നോക്കൂ, ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ അപ്പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഹിന്ദുക്കള് തീവ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. സനാതന ധർമ്മം എന്നൊക്കെ മറ്റും പേരുകൾ പറഞ്ഞുകൊണ്ട് തീവ്രപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആ ഒരു തീവ്ര ചിന്താഗതികൾ പതുക്കെയെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയം എന്നതിനേക്കാൾ അപ്പുറത്ത് ഇനി നമുക്ക് അത്തരം ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കേരളം എന്ന് പറയുന്ന ഈ നാട്ടിലും അത്തരത്തിൽ ഭീകരപരമായിട്ടുള്ള ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഹോസ്പിറ്റലുകളിലെല്ലാം അത്തരം ദൃശ്യങ്ങളൊക്കെ കാണേണ്ടി വരിക. ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന, ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകൾക്ക്, അശരണരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കാൻ വരുന്ന ആളുകൾക്ക് പലപ്പോഴും പണം ഒന്നും ഉണ്ടാവില്ല, പുറമേ നിന്ന് ഭക്ഷണം കഴിക്കാൻ പണം ഒന്നും ഉണ്ടാവില്ല. അവർക്കെല്ലാം വലിയ സഹായമാവുന്ന ഇങ്ങനത്തെയുള്ള ഭക്ഷണശാലകളാണ്. എന്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കിടന്ന കഴിഞ്ഞ 2 ആഴ്ചകളിൽ അവിടെ പുറമേ നിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം വിതരണം ചെയ്യാൻ വരുന്നുണ്ട്.
ഒരു മടിയും കൂടാതെ ഓരോ 3 നേരം ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവുന്ന ആൾക്കാർ അവരുണ്ട്. അതിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിം സംഘടനകളുണ്ട്, ഹിന്ദു സംഘടനകളുണ്ട്. അവർക്കൊരു മടിയില്ലാതെ വിതരണം ചെയ്യുന്നു. അവരൊരിക്കലും നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞാൽ മാത്രമേ ഭക്ഷണം തരൂ എന്ന് പറയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ നാട് ഭീകരമായിട്ട് മതവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്തൊക്കെയായാലും ഇത് ഒരു വൃത്തികേടാണ് എന്ന് വീണ്ടും പറയാതിരിക്കാൻ വയ്യ. ഒന്നുകൂടി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. अल्लाह अकबर बोलने की जरूरत नहीं है, भूख लगी है खाना खाओ। क्या नाम है तुम्हारा? शरण भाई। हाँ बिंदास खाओ। क्या नाम है? हाँ हाँ भाई ले लो, टेंशन मत लो। ടെൻഷനൊന്നും വേണ്ട. സുഹൃത്തുക്കളെ, ആ മനുഷ്യനാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇന്ത്യ. ജാതി മതം ചോദിക്കാതെ നിങ്ങൾ ഏത് ജാതിയാണെന്നോ, നിങ്ങൾ ഞങ്ങളുടെ ജാതിയിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ മാത്രമേ ഭക്ഷണം തരൂ എന്നുള്ള വാശിയൊന്നും പിടിക്കാത്ത ആ മനുഷ്യൻ കൂടി ചേർന്നതാണ് നമ്മുടെ മഹത്തായ ഇന്ത്യ. അങ്ങനത്തെ ഒരു നാടാണ് നമുക്ക് വേണ്ടത്. ഈ സംഖ്യകളൊക്കെ ഓടിച്ചാൽ തന്നെ നമ്മുടെ നാട് വളരെ ഭംഗിയായി തീരുമെന്ന് തോന്നിപ്പോകുന്നുണ്ടോ? ബൈ.